മാനത്ത് കിളിപാടുന്നു താഴത്ത് കുളിരാടുന്നു മാനത്ത് കിളിപാടുന്നു താഴത്ത് മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ നെഞ്ഞിൽ കിനിഞ്ഞു തേൻതുള്ളികൾ കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോൽ ഇനി എൻ ഗാനമേ പോരൂ കുളിരാടുന്നു മാനത്ത് കിളിപാടുന്നു താഴത്ത് പ്രിയമുള്ളവരെ, നെട്ര ഗ്രാമം വളരെ മനോഹാരിത, ഗ്രാമത്തിൻ്റെ മനോഹാരിത തുളുമ്പുന്ന ഈ ഒരു ഗ്രാമം കാണുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പല വാർത്തകളിലും കണ്ടിട്ടുണ്ടാവും നെട്ര പാലത്തെക്കുറിച്ചും നെട്ര ഗ്രാമത്തെക്കുറിച്ചും. തീർച്ചയായിട്ടും ഗ്രാമത്തിൻ്റെ മനോഹാരിത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ വന്ന് കാണുന്നതിനെ കുറിച്ച് ഇപ്പോൾ അത്രയും വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ആളുകൾ വരുന്നു, കാണാൻ വരുന്നു. നമ്മളതിൻ്റെ ബാക്കി ഭംഗികളിലേക്കൊക്കെ കടക്കുകയാണ്. ഓക്കെ, ഇതുണ്ടോ നെട്ര പുഴയാണിത്. മഴക്കാലത്ത് വളരെ ദ്രൗതഭാവത്തോടു കൂടി എല്ലാം തകർത്ത് ഒഴുകുന്ന ഒരു പുഴയാണിത്. തീർച്ചയായിട്ടും അവിടുത്തെ പാറക്കെട്ടുകളൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അല്ലേ? പക്ഷേ ഇപ്പോൾ അവളൊരു കൊച്ചു സുന്ദരിയായി ആളുകൾക്ക് എല്ലാവരെയും മോഹിപ്പിച്ചുകൊണ്ട് ഒഴുകുകയാണ്. മഴക്കാലത്ത് വന്നതിൻ്റെ ദ്രൗതഭാവം നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ദ്രൗതഭാവം അല്ല ദ്രൗദ്രഭാവം അല്ലേ? ഓക്കെ, കണ്ടോ കണ്ടങ്ങളും കൈതക്കാടുകളും ഒക്കെ, ഇതാ കൈതക്കാടുകൾ ഒക്കെ ആയിട്ട് കൊച്ചു കുട്ടികളൊക്കെ ഇറങ്ങാൻ നമുക്ക് അവിടെ കാണാം കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം ഉള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് ആളുകൾ വെള്ളത്തിലൊക്കെ കളിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു നല്ല കാഴ്ചയാണ്. ഇതാണ് നെട്ര ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുണ്ടോ നെട്ര പാലം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പുതിയ മോഡൽ പാലമൊക്കെയാണ്. തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള വഴിയാണിത് കേട്ടോ. നമ്മൾ തിരുനെല്ലി അമ്പലത്തെക്കുറിച്ച് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ചാനലിലുണ്ട് തിരുനെല്ലി അമ്പലത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചും അതിൻ്റെ പരിപാലനതയെക്കുറിച്ചുമൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ആളുകളൊക്കെ ശരിക്കും ആസ്വദിച്ച് നടക്കുന്നു. ഓക്കെ, കണ്ണീര് പോലത്തെ ശുദ്ധമായ ജലം. വയനാട്ടിലെ മണ്ണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ശുദ്ധമായ കണ്ണീര് പോലത്തെ ശുദ്ധമായ ജലം വയനാട്ടിലുണ്ടാകൽ വളരെ കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക. ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ് വയനാടിനെ സംബന്ധിച്ച്. വയനാട്ടിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വയനാട്ടിലെ വെള്ളത്തിന്, പുഴകളിൽ ഒഴുകുന്ന വെള്ളത്തിന് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഈ വെള്ളം എന്നും ഇതുപോലെ തന്നെ കണ്ണീര് പോലെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ,
നെട്ര ഗ്രാമം, നെട്ര പാലം കാണാൻ വരുന്ന ആളുകളുടെ ഒരു തിരക്കാണ് കേട്ടോ. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളും വന്ന് കാണണം. ഇവിടെ നോക്കിയാൽ നമുക്ക് തിരുനെല്ലി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ ഒരു ചെറിയ ഭാഗങ്ങൾ കാണാൻ കഴിയും കേട്ടോ. ഇത് കണ്ടോ, ഇത് തിരുനെല്ലി അമ്പലമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെ ഒരു ഭാഗമാണ്. ഈ കെട്ടിടത്തിൻ്റെ അപ്പുറത്താണ് തിരുനെല്ലി. തിരുനെല്ലി മറ്റേ ബ്രഹ്മഗിരി മലനിരകളാണ് ഈ കാണുന്നത് കൂടെ കേട്ടോ. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ. ആകാശം മഴക്കാറ് കയറിയിട്ടുണ്ട്, മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോഴും ഇവിടെ നല്ല സൗന്ദര്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. Honda കൽപ്പറ്റ മുട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. കൽപ്പറ്റ അല്ലേ? മുട്ടിൽ. എങ്ങനെയുണ്ട് സ്ഥലത്തെ കുറിച്ച് അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാണ്. ഓക്കെ, അതെ അതെ അതെ, കുട്ടികളെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഇത്ര അപ്പുറം വെള്ളം കൂടുതലൊന്നുമില്ല. അതെ 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 കുടുംബസമേതമാണ്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. ഓക്കെ, ഒരുപാട് കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നൊരു സ്ഥലം, വളരെ മനോഹരമായ സ്ഥലം. ഓക്കെ, നിങ്ങളൊരു നെട്ര ഗ്രാമത്തിൻ്റെ സൗന്ദര്യം നിങ്ങളെ കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ ചാനലിലൂടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അവധി ദിവസങ്ങൾ നിങ്ങൾക്ക് സന്തോഷകരമാക്കാൻ കുട്ടികളുമടക്കം വന്നിട്ട് ഗ്രാമത്തിൻ്റെ ഭംഗിയായിരിക്കും. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ടൗണിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും, കൃത്രിമമായ ജലാശയങ്ങൾ, കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. പക്ഷേ എന്നേക്കാളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഗ്രാമത്തിൻ്റെ ആ തനത് ഭംഗി അത് കാണണമെങ്കിൽ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഗ്രാമത്തിൻ്റെ തനത് ഭംഗി കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ നേരത്തെ ഇതിന് അടുത്തുള്ള തിരുനെല്ലി അമ്പലത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങളെ പലരും കണ്ടിട്ടുണ്ട്, പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പലരും അതിന് ശേഷം വിളിച്ചിട്ടുണ്ട്. തിരുനെല്ലി അമ്പലത്തിൽ പോകുന്നതിൻ്റെ വഴികളൊക്കെ ചോദിച്ചാൽ മറ്റു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നെട്ര ഗ്രാമം നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ പോലും നമ്മുടെ മാപ്പിലൊക്കെ അടിച്ചു നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് നെട്ര ഗ്രാമത്തെക്കുറിച്ച്. ഓക്കെ, ഇവിടെ ഒരു നെട്ര പാലം വന്ന് മറ്റ് ആ ഒരു ഭംഗി എല്ലാം കൂടി വന്നപ്പോഴത്തേനാണ് ആളുകളിലൂടെ കുതിച്ചു വരുന്നൊരു അവസ്ഥയുണ്ട്. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയ ഒരു സ്ഥലമാണ് ഇത്. ഓക്കെ, ഇത് ഗ്രാമത്തിൽ നടക്കുന്ന സംഗതി തന്നെയാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക, ഗ്രാമത്തിലുണ്ടാകുന്ന കാഴ്ചകൾ, അതായത് ഗ്രാമീണ കാഴ്ചകൾ ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിരിക്കുക എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമീണ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സന്തോഷമായ ഒരു അനുഭവമായിരിക്കുമെന്ന് പറയാൻ MS വ്ളോഗേഴ്സിന് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു.